إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد فيا عباد الله فقد أخرج الإمام البزار رحمه الله في مسنده بسند حسن إلى أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم 7 يجري للعبد أجرهن وهو في قبره بعد موته من علم علما أو أجرى نهرا أو حفر بئرا أو غرس نخلا أو بنى مسجدا أو ورث مصحفا أو ترك ولدا يستغفر له بعد موته. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹത്തിന്റെ പേരിൽ നമ്മൾക്കെല്ലാവർക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകി അനുഗ്രഹിക്കുകയും അല്ലാഹുവിന്റെ ധാരാളം നിഅമത്തുകൾ നമ്മൾക്ക് അവതരിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമുദായത്തിന് ഇഹപര ലോകത്ത് വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ധാരാളം കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ധാരാളം അമലുൽ സ്വാലിഹാത്തുകൾ പറഞ്ഞു കൊടുക്കുകയും മനുഷ്യന്റെ മുമ്പിൽ രണ്ട് പാതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുകയും ചെയ്തു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ വഴികേടിലാവുന്നതും മനുഷ്യൻ ഹിദായത്തിലാവുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറനുസരിച്ചാണ്, അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ്. പക്ഷേ മനുഷ്യന്റെ അതിന്റെ അവകാശമുണ്ട്. മനുഷ്യന്റെ നന്മ തിരഞ്ഞെടുക്കണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം, മനുഷ്യന്റെ തിന്മ തിരഞ്ഞെടുക്കണമെങ്കിൽ അതും തിരഞ്ഞെടുക്കാം. അതിനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മനുഷ്യന്റെ അവകാശം അല്ലെങ്കിൽ മനുഷ്യന്റെ ഉദ്ദേശം അത് അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന്റെ കീഴിലാണ് എന്ന് മാത്രം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ധാരാളമായി സൽക്കർമ്മങ്ങൾ പറഞ്ഞു തന്നു, അമലുൽ സ്വാലിഹാത്തുകൾ പറഞ്ഞു തന്നു. അത് ചെയ്താൽ നമ്മൾക്ക് ധാരാളം പ്രതിഫലമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു. എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ധാരാളം അമലുകളുണ്ട്, ധാരാളം കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കതിനുള്ള പ്രതിഫലം നൽകും. നമ്മൾക്കതിനുള്ള പാരിതോഷികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾക്ക് പകരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ധാരാളം അമലുകൾ അല്ലാഹു മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിൽ ചില അമലുകൾ നമ്മൾ ചെയ്താൽ അതിൽ ആഖിറത്തിൽ നമ്മൾക്ക് എല്ലാ അമലുകൾക്കും ആഖിറത്തിൽ പ്രതിഫലമുണ്ട്. പക്ഷേ ചില അമലുകൾ നമ്മളായിട്ട് തന്നെ ചെയ്യണം. അത് മരിക്കുന്നതോടുകൂടി നിലനിൽക്കും, മരിക്കുന്നതോടുകൂടി നിലച്ചു പോകും. പക്ഷേ ചില അമലുകൾ നമ്മൾ മരിച്ചതിന് ശേഷവും നമ്മൾക്ക് അതിന്റെ പ്രതിഫലം വന്ന് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ബസ്സാർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായ നബിയുടെ സേവകനായ അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ എല്ലാവർക്കും അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 13 വർഷക്കാലങ്ങളോളം ഖിദ്മത്ത് ചെയ്ത സേവനമനുഷ്ഠിച്ച സഹാബിയാണ് അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ സഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സബ്ഉൻ 7 കാര്യങ്ങൾ യജ്രി ലിൽ അബ്ദി അജ്റുഹുൻ വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. ഒരു അടിമ മരിച്ചതിന് ശേഷവും ആ 7 കാര്യങ്ങളുടെ പ്രതിഫലം അവന്റെ ഖബറിൽ അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. 7 കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ മരണപ്പെട്ടാലും അവന്റെ ഖബറിൽ അതിനുള്ള പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കും. ഏതൊക്കെയാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അല്ലമ ഇൽമൻ, ആരെങ്കിലും ഇൽമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അറിവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഔ അജ്റാ നഹ്റൻ അല്ലെങ്കിൽ പുഴ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഔ ഹഫറ ബിഅ്റൻ അല്ലെങ്കിൽ അവനൊരു കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ, ഔ ഗറസ നഖ്ലൻ അല്ലെങ്കിൽ ഒരു വൃക്ഷം അവൻ നട്ടിട്ടുണ്ടെങ്കിൽ, ഔ ബന മസ്ജിദൻ അല്ലെങ്കിൽ അവനൊരു പള്ളി പണിതിട്ടുണ്ടെങ്കിൽ, ഔ വറസ മുസ്ഹഫൻ അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് അവൻ വറാസത്തായി നൽകിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി അല്ലെങ്കിൽ അവൻ മരണപ്പെട്ടതിന് ശേഷം അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നതിന് വേണ്ടി ഒരു മകനെ അവൻ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ 7 കാര്യങ്ങൾ അവന്റെ ആഖിറത്തിൽ അവന്റെ ഖബറിലെത്തിയാലും ഉപകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബസ്സാർ ഹസനായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ആഖിറത്തിലുള്ള വിജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ തൃപ്തിയുണ്ടാവണം എന്നാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ 7 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ പാലിച്ചാൽ, ഈ 7 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവൻ മരണപ്പെട്ടതിന് ശേഷവും അവന്റെ ഖബറിൽ അതിനുള്ള പ്രതിഫലം എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അല്ലമ ഇൽമൻ ആരെങ്കിലും ഇൽമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അറിവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ധാരാളം കുതുബുകളിൽ അറിവിന്റെ മഹത്വവും അതാരിൽ നിന്ന് സ്വീകരിക്കണം അതൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമ്മൾക്ക് ബോധമുണ്ടാക്കി തരുന്ന അറിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് അറിവുണ്ടാക്കി തരുന്ന വിജ്ഞാനം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാക്കി തരുന്ന അറിവ്, ഈ അറിവ് ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ, ഈ അറിവ് ആരെങ്കിലും പ്രചരിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ബാക്കി നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അറിവുള്ള ജനങ്ങളുടെ മഹത്വം എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. പ്രവാചകരെ ജനങ്ങളോട് ചോദിക്കുക, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള ജനങ്ങളും അറിവില്ലാത്ത ജനങ്ങളും സമന്മാരാണോ? അറിവുള്ള ജനങ്ങളും അറിവില്ലാത്ത ജനങ്ങളും സമന്മാരാണോ എന്ന് ജനങ്ങളോട് ചോദിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നതായി കാണാം. അത്രയും മഹത്വമുണ്ട് അറിവിന്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യുഫഖിഹു ഫിദ്ദീൻ, അവന്റെ ദീനിൽ അവഗാഹം നൽകും. അവന്റെ ദീനിൽ അവഗാഹം നൽകും. അവന്റെ സമ്പത്ത് നൽകുമെന്ന് പറഞ്ഞിട്ടില്ല, അവന്റെ പൈസ നൽകുമെന്ന് പറഞ്ഞിട്ടില്ല, അവന്റെ സ്ഥാനം നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, യുഫഖിഹു ഫിദ്ദീൻ, അവന്റെ ദീനിൽ അവഗാഹം നൽകും. അത്രയും മഹത്വമുണ്ട് അറിവിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ച ജനങ്ങളുടെയും അതുപോലെ തന്നെ വിജ്ഞാനം നൽകപ്പെട്ട ജനങ്ങളുടെയും പദവികൾ ഉയർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. അത്രയും അധികം മഹത്വമുണ്ട്, അത്രയും പ്രാധാന്യമുണ്ട് ദീനിന്റെ ഇൽമിന്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നമ്മുടെ അവസ്ഥ അതിൽ വളരെ പിറകോട്ടാണ്. നമ്മളെല്ലാവരും ദീനിന്റെ അറിവ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല. ദീനിന്റെ അറിവ് നമ്മൾക്ക് പഠിക്കാൻ സൗജന്യമാണെങ്കിൽ പോലും നമ്മളത് പഠിക്കാൻ തയ്യാറാവുന്നില്ല. ദുനിയാവിന്റെ അറിവ് എത്ര പൈസ കൊടുത്തും പഠിക്കാൻ നമ്മൾ തയ്യാറാണ്, എത്ര കാശ് കൊടുക്കുകയും പഠിക്കാൻ തയ്യാറാണ്. മക്കളെ പഠിപ്പിക്കാൻ നമ്മളതിന് ബാധ്യസ്ഥരാണ്, നമ്മൾ മുന്നിടുന്നുണ്ട്. പക്ഷേ ശരീഅത്തിന്റെ ഇൽമ് പഠിക്കാൻ, ശരീഅത്തിനെ സംബന്ധിച്ച് അറിവ് നൽകാൻ, നമ്മുടെ മക്കൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു ബോധമുണ്ടാക്കിയെടുക്കാൻ പല മാതാപിതാക്കളും അതിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ആരെങ്കിലും അങ്ങനെ ഒരു ഇൽമ് പഠിക്കുകയും അത് ബാക്കിയുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മരണപ്പെട്ടാലും അവൻ അത് ബാക്കി നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരാൾ ഒരു ആയത്ത് പഠിച്ചു, അല്ലെങ്കിൽ ഒരു സൂറത്ത് പഠിച്ചു, അത് ഒരു സഹോദരന് എത്തിച്ചു കൊടുത്തു, ആ സഹോദരൻ വേറൊരാൾക്ക് എത്തിച്ചു കൊടുത്തു. ഇങ്ങനെ അത് തുടരുന്നുണ്ടെങ്കിൽ
അവസാന നാൾ വരെ നമുക്കതിന്റെ പ്രതിഫലം നിലക്കാതെ കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത്രയും വലിയ ഒരു സന്തോഷ വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടും നമ്മളിൽ പലരും ഈ വിഷയത്തിൽ അലസത കാണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ, നിശ്ചയമായും മനുഷ്യൻ അല്ലാഹുവിനോട് തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നാമത്തെ കാര്യം അവരിൽ നമ്മൾക്ക് ഉപകാരം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം നാഫിയായ ഇൽമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഉപകരിക്കുകയും ബാക്കിയുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്ത ഇൽമ്. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഔ അജ്റാ നഹ്റൻ, അല്ലെങ്കിൽ ഒരു പുഴ അവൻ ഒഴുകിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ കാണാറുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉപയോഗിക്കാൻ വെള്ളമില്ല. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ വെള്ളം എത്തിച്ചു കൊടുത്താൽ, വെള്ളം എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലുമാവട്ടെ പല രീതികളിൽ ഇന്ന് ജനങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ആ പ്രതിഫലം അവർ മരണപ്പെട്ടു പോയാലും അവർക്കത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് പൈപ്പ് ലൈൻ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം ജനങ്ങൾ അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്ന കാലത്തോളം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നു ഔ ഹഫറ ബിഅറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ജനങ്ങൾ വെള്ളം കുടിക്കുന്ന കാലത്തോളം അതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു വ്യക്തി ഒരു ദിവസം നടന്നു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വളരെ ശക്തമായ രീതിയിൽ ദാഹം അനുഭവപ്പെട്ടു, വളരെയധികം ദാഹം അനുഭവപ്പെട്ടു. അങ്ങനെ ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറിൽ ഇറങ്ങിക്കൊണ്ട് വെള്ളം കുടിച്ചു. അദ്ദേഹത്തിന്റെ ദാഹം ശമിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം കിണറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പട്ടി ദാഹത്താൽ മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് മനസ്സിലായി, ഞാൻ കിണറിൽ ഇറങ്ങി വെള്ളം കുടിക്കുന്നതിന് മുമ്പ് എത്രയധികം ബുദ്ധിമുട്ടിലാണോ ഉണ്ടായിരുന്നത്, അതേ ബുദ്ധിമുട്ടാണ് ഈ പട്ടിയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ആ കിണറിൽ ഇറങ്ങുകയും ആ കിണറിൽ നിന്ന് കുറച്ച് വെള്ളം കോരിക്കൊടുത്ത് ആ പട്ടിയുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. അത് കാരണമായിട്ട് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മാപ്പാക്കി കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു പട്ടിയുടെ ദാഹം ശമിപ്പിച്ചതിന്റെ പേരിൽ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ ശമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ആദരിച്ച വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സമുദായത്തിനെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യർക്കെങ്ങാനും നാം വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം എത്രയാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയധികം പുണ്യമുള്ള ഒരു വിഷയമാണ് കിണറുകൾ കുഴിക്കുക എന്നുള്ളത്. പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന പല സ്ഥലങ്ങളിലും ഇന്ന് അവർക്ക് വെള്ളത്തിനുള്ള സൗകര്യങ്ങളില്ല, ഇന്നവർക്ക് വെള്ളം ഉപയോഗിക്കാനുള്ള കഴിവുകളില്ല. ആർക്കെങ്കിലും അതിനെ സഹായിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ, അവിടെ ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ആ പ്രതിഫലം അവർ എത്ര കാലം വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ അത്രയും കാലം നിനക്ക് ജീവിതത്തിൽ കിട്ടുമെന്ന് മാത്രമല്ല, നീ മരിച്ചതിന് ശേഷം നിന്റെ ഖബറിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നാലാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറയുകയാണ് ഔ ഗറസ നഖ്ലൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഈന്തപ്പന നട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു മരം നട്ടുപിടിപ്പിക്കുകയാണ്, അയാൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ഈ മരത്തിൽ നിന്ന് ഉപകാരമെടുക്കണം, അതിന്റെ ഫലങ്ങൾ അവർ ഭക്ഷിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ അവർക്ക് ക്ഷീണമുണ്ടായാൽ ഈ മരത്തിന്റെ അടിയിൽ നിന്നുകൊണ്ട് അവർ തണൽ കൊണ്ടുകൊള്ളട്ടെ. അതേപോലെ തന്നെ ഈ മരത്തിലുണ്ടാവുന്ന കായ്കനികൾ, അതുപോലെ തന്നെ അതിലെ ഫലങ്ങൾ അത് പക്ഷികൾ ഭക്ഷിക്കുമല്ലോ, അതുപോലെ തന്നെ പക്ഷികൾ അതിൽ കൂടുകെട്ടും. അത്തരത്തിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും അവൻ മരിച്ചതിന് ശേഷം അവന്റെ ഖബറിൽ എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.
അനസ് ബിൻ മാലിക് അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന വേറെ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമുമില്ല യഗ്രിസു ഗർസൻ അവൻ ഒരു മരം കുഴിച്ചിടുന്നു, ഔ യസ്റഉ സറഅൻ അല്ലെങ്കിൽ അവൻ ഒരു കൃഷി ചെയ്യുന്നു, ഫയഅകുലു മിൻഹു തയ്റുൻ എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷി തിന്നുകയാണ്, ഔ ഇൻസാനുൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തിന്നുകയാണ്, ഔ ബഹീമത്തുൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി അതിൽ നിന്ന് തിന്നുകയാണ്, ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ അതൊക്കെ അവന്റെ സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരു മരമുണ്ടെങ്കിൽ ആ മരത്തിൽ വന്നിരിക്കുന്ന ഒരു ഫലം അല്ലെങ്കിൽ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അനുഗ്രഹമായി തന്ന അത്തരത്തിലുള്ള ഫലങ്ങൾ ഒരു പക്ഷി കൊത്തി തിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നമ്മൾക്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അത് വെറും ഈ ജീവിതത്തിലല്ല, നമ്മൾ മരിച്ചാൽ അതിന് ശേഷം മരണത്തിന് ശേഷം നമ്മൾക്ക് ഖബറിലേക്ക് നിലച്ചു പോവാതെ ആ പ്രതിഫലം എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ മുന്നേറണം. നമ്മുടെ വീടിനരികിലൂടെ പോകുന്ന യാത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ ഒരു അവസ്ഥയിൽ, ഈ വളർച്ചയുടെ ഈ ഒരു സന്ദർഭത്തിൽ വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ അതിൽ യാതൊരു വിശുദ്ധം കാണിക്കാൻ വേണ്ടി പാടില്ല, ഞങ്ങളത് കൊടുക്കണം. അതുപോലെ തന്നെ ധാരാളം പക്ഷികൾ, അതേപോലെ തന്നെ പക്ഷികൾ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾക്കറിയാം. ഒരു പക്ഷേ പലരുടെയും വീടിന്റെ മുൻഭാഗങ്ങളിൽ രാവിലെയൊക്കെ പക്ഷികൾ വന്നിരിക്കുന്നുണ്ടാവാം. അതിന്റെ ഭക്ഷണം നൽകിയാൽ, അതിന്റെ വെള്ളം നൽകിയാൽ അതിലൊക്കെ നമ്മൾക്ക് സദഖയുടെ പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത്രയധികം മഹത്വത്തോടുകൂടി, ഇത്രയും അധികം ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ അഞ്ചാമതായി പറയുന്നു, ഔ ബന മസ്ജിദൻ ആരെങ്കിലും പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ അവൻ മരണപ്പെട്ടാലും മരണപ്പെട്ടതിന് ശേഷം ഖബറിൽ അതിന്റെ പ്രതിഫലം എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ കാര്യം നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് പല ആൾക്കാരും പള്ളി പണിയാൻ വളരെയധികം താല്പര്യമുള്ളവരാണ്. പക്ഷേ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പള്ളിയിൽ നടക്കുന്ന അനാചാരങ്ങൾ അതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പള്ളി അത് തെറ്റിലേക്കുള്ള ഒരു മാർഗമാണെങ്കിൽ അതിന്റെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പള്ളി അത് ഹഖിന് വേണ്ടി സംസാരിക്കുന്ന പള്ളിയാണ്, തൗഹീദിന്റെ പള്ളിയാണ്. അതല്ലാതെ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും പ്രചരിപ്പിക്കുകയും അതിന്റെ ദുആത്തുകളെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഖുറാഫാത്തിന്റെ പള്ളികളല്ല. അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടവുമല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് സുന്നത്തിന്റെ പള്ളി ഹദീസ് നിഷേധമില്ലാത്ത ശരിയായ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്ന ബിദ്അത്തുകളും ഖുറാഫാത്തുകളും അതുപോലെയുള്ള പുത്തനാശയങ്ങളും പ്രചരിപ്പിക്കാത്ത ശരിയായ രീതിയിലുള്ള സുന്നത്തിന്റെ പള്ളി ആരെങ്കിലും എടുത്തു കൊടുക്കുകയാണെങ്കിൽ ആ പള്ളിയുടെ പ്രതിഫലം അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എല്ലാ മരിച്ചതിന് ശേഷവും അവൻ അതിന്റെ പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ചില ഹദീസുകളിൽ കാണാം, അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് പള്ളികളാണ്. ഈ ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് പള്ളികളാണ്. ആ ഹദീസിന്റെ ബാക്കിയിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലം പട്ടണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത സ്ഥലം, വെറുപ്പുള്ള സ്ഥലം അത് പട്ടണങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും സ്വയം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി, എത്രത്തോളമുണ്ട് നിന്റെ പള്ളിയുമായിട്ടുള്ള ബന്ധം? നമസ്കാരത്തിന്റെ ജമാഅത്ത് കഴിയുമ്പോൾ വരുന്നതാണോ? ജുമുഅ നമസ്കാരത്തിന്റെ അവസാന സമയം വരുന്നതാണോ? അതുപോലെ തന്നെ സുബഹ് ജമാഅത്തിന്റെ പള്ളിയിൽ വരാതിരിക്കുന്നതാണോ? ഇതൊക്കെയാണോ പള്ളിയായിട്ടുള്ള ബന്ധം? പട്ടണങ്ങളിൽ ഒരു ദിവസം എത്ര സമയം പോകുന്നുണ്ട്?
എത്ര സ്ഥലങ്ങളിൽ വ്യത്യസ്ത പട്ടണങ്ങളിൽ മാറി മാറി നമ്മൾ പോകുന്നുണ്ട്, എത്ര സമയം അതിൽ ചെലവഴിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും അധികം ഇഷ്ടമല്ല, അല്ലാഹു വെറുക്കുന്ന സ്ഥലമാണ്, അത് ശൈത്താന്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറയുന്ന പട്ടണത്തിൽ നമ്മൾ ധാരാളം സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ട്, അവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഭവനത്തിൽ വന്നിരുന്നുകൊണ്ട് ഖുർആൻ ഓതാൻ, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, 5 വക്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ ജുമുഅ നമസ്കാരത്തിന്റെ ആദ്യത്തിൽ വരാൻ നമ്മൾക്ക് പലർക്കും മടിയാണ്. പക്ഷേ പട്ടണത്തിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമ്മൾ എത്താൻ താമസിക്കാറില്ല, അവിടെ നമ്മൾ നേരത്തെ എത്തി ചെന്ന് നിൽക്കും. പക്ഷേ അല്ലാഹുവിന്റെ പള്ളികളുടെ വിഷയത്തിൽ നമ്മൾ പലരും അലസത കാണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പള്ളി. അതുകൊണ്ട് ആ പള്ളിയുടെ കാര്യം ശ്രദ്ധിക്കുക, പള്ളിയുടെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്നത് കാണാം, മൻ ബനാ മസ്ജിദൻ, ആരെങ്കിലും ഒരു പള്ളി പണിതാൽ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അവൻ ആ പള്ളി പണിയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹാണ്. ജനങ്ങൾ അവനെ പറ്റി ഒരു പള്ളിയുടെ മുതലാളി എന്ന് പറയാനല്ല, അവനൊരു പള്ളിയുണ്ട് എന്ന് പറയപ്പെടാനല്ല, അവന്റെ എന്ത് വലിയ പള്ളിയാണ് എന്ന് പറയപ്പെടാനല്ല. യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രം, ഒരു റിയാ പോലും ഇല്ലാതെ, ലോകമാന്യതയില്ലാതെ, ജനങ്ങൾ കാണണമെന്ന ബോധമില്ലാതെ, തന്റെ രക്ഷിതാവിന്റെ തൃപ്തി വേണമെന്ന ആഗ്രഹത്തോടുകൂടി മാത്രം ആരെങ്കിലും ഒരു പള്ളി പണിതാൽ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, അതേപോലെയുള്ള ഒരു പള്ളി അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗത്തിൽ പണിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷവാർത്ത നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പള്ളിയെടുക്കാൻ കഴിവുള്ളവർ അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സുന്നത്തനുസരിച്ചുള്ള പള്ളിയെടുക്കണം, അവിടെ ദീനിന്റെ ഹൽഖകൾ നടക്കണം, ശരീഅത്തിന്റെ വിദ്യാഭ്യാസങ്ങൾ അവിടെ പഠിപ്പിക്കപ്പെടണം, ഖുർആൻ പഠിപ്പിക്കപ്പെടണം. പഴയ കാലങ്ങളിൽ ജനങ്ങൾ പഠിച്ചിരുന്നത്, സഹാബത്ത് പഠിച്ചിരുന്നത് പള്ളിയിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് ആ ഇൽമിന് ബറക്കത്തുണ്ട്. സലഫു സ്വാലിഹീങ്ങൾ പറയുന്നത് പോലെ പള്ളിയിൽ വെച്ചുകൊണ്ട് നിലത്തിരുന്ന് പഠിക്കുമ്പോൾ ആ ഇൽമിന് ബറക്കത്തുണ്ടായിരുന്നു. അവിടെ ബെഞ്ചുകൾ വന്നതോടുകൂടി ആ ഇൽമിൽ ബറക്കത്ത് കുറഞ്ഞു. അതൊക്കെ മാറി പള്ളിയും ബെഞ്ചും ഒക്കെ വിട്ട് വേറെ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഇൽമ് പഠിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ധാരാളമായി ബറക്കത്ത് നഷ്ടപ്പെട്ടു എന്ന് സ്വാലിഹീങ്ങളായ ചിലർ പറയാറുള്ളതായി നമുക്ക് സിയറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളികൾ നിർമ്മിക്കാൻ കഴിവുള്ള ആൾക്കാർ അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സുന്നത്തനുസരിച്ച് നിർമ്മിക്കുക. അവിടെ സുന്നത്തിന്റെ ശബ്ദം മുഴങ്ങണം, അവിടെ ഹദീസ് പഠിപ്പിക്കപ്പെടണം, അവിടെ ഖുർആൻ പഠിപ്പിക്കപ്പെടണം. ഒരാൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിച്ചാൽ അവിടെ വന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കണം. അള്ളാഹുവിന്റെ കലാം അവിടെ വെച്ച് പഠിപ്പിക്കപ്പെടണം. അതല്ലാതെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ 5 വക്ത് നമസ്കാരത്തിന് വേണ്ടി മാത്രം പള്ളി ഉപയോഗിക്കുകയും അതല്ലാത്ത സമയങ്ങളിലൊക്കെ പള്ളി അടച്ചിടുകയും ചെയ്യുക എന്നുള്ളത് സലഫ് സ്വാലിഹീങ്ങളുടെ മനഹജിൽ നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അവരൊക്കെ പള്ളിയിൽ ദർസ് നടത്തുന്നവരായിരുന്നു. ഇമാം മാലിക്കിന്റെ ദർസ് പള്ളിയിലായിരുന്നു, ഇമാം ശാഫിഈ പള്ളിയിൽ ദർസ് നടത്തിയിരുന്നു, ഇമാം അഹ്മദ് പള്ളിയിൽ ദർസ് നടത്തിയിരുന്നു. ഇതുപോലെയുള്ള അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാരെല്ലാവരും പള്ളിയിൽ ദർസ് നടത്തിയവരായിരുന്നു. പള്ളികളിൽ വെച്ച് ദർസുകൾ നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവണം, പള്ളികളിൽ വെച്ച് ഇൽമിയായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അതല്ലാതെ പൊതുപ്രഭാഷണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല പള്ളിയുടെ മെഹ്റാബുകൾ, അതിനുള്ളതല്ല പള്ളികൾ. മറിച്ച് അള്ളാഹുവിന്റെ ഇൽമ് പഠിപ്പിക്കാനുള്ളതാണ്, അള്ളാഹുവിന്റെ സംസാരം പഠിപ്പിക്കാനുള്ളതാണ്. അത്തരത്തിലുള്ള ഇൽമുകൾ മാത്രമേ ജനങ്ങൾക്ക് ഉപകരിക്കുകയുള്ളൂ. അതല്ലാതെയുള്ള ഇൽമുകൾ അതൊരു പക്ഷേ കേൾക്കുകയും മറക്കുകയും ചെയ്യുന്ന ഇൽമാണ്. എല്ലാവരും സ്വയം നഫ്സിനോട് ചോദിച്ചാൽ മതി, ഇത്ര കാലമായിട്ട് എത്രയെത്ര പൊതുപ്രഭാഷണങ്ങൾ കേട്ടു, എത്രയെത്ര പ്രസംഗങ്ങൾ കേട്ടു, എത്രയെത്ര കവല പ്രസംഗങ്ങൾ കേട്ടു. പക്ഷേ നിന്നോട് ചോദിച്ചാൽ, ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചാൽ എത്ര ഹദീസ് പഠിക്കാൻ വേണ്ടി പറ്റി ആർക്ക് പറയാൻ പറ്റും? 10 ഹദീസുകളോളം ഞാൻ പഠിച്ചിട്ടുണ്ട് പൊതുപ്രഭാഷണങ്ങൾ കേട്ടിട്ട്. വളരെ കുറവാണ്. ആ പ്രസംഗങ്ങൾ കേട്ടാൽ നമ്മൾക്ക് ഒരുപക്ഷെ നസീഹത്ത് കിട്ടിയേക്കാം. അത് വേണ്ട എന്നല്ല, അതൊക്കെ ശരിയാക്കാൻ അനുവദിക്കുന്ന പരിധിയിൽ നല്ലതാണ്. പക്ഷേ ഇൽമിയായ വിഷയങ്ങളിൽ ശ്രദ്ധയില്ല
അറിവില്ലാതെ ഇൽമിന്റെ കാര്യങ്ങൾ പഠിക്കാതെ പള്ളിയിൽ നടക്കുന്ന ദർസുകളിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ ദർസുകൾ തീരെ നടത്താതെ ഇത്തരത്തിൽ പോകുന്നത് കൊണ്ട് ധാർമ്മികത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ശരീഅത്തിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിവില്ല. ആരെങ്കിലും പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചാൽ അവന്റെ മുമ്പിലുള്ളത് കോളേജുകളാണ്. അവിടെയുള്ള നിബന്ധനകൾ കാരണം ചില വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കെങ്കിലും അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ പള്ളികളിൽ ദർസുകൾ ആരംഭിക്കുക. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ കാലത്ത് സൗദി അറേബ്യയിൽ പൊതുജനങ്ങൾക്ക് ക്ലാസ് നടത്തിയിരുന്നു. അദ്ദുറൂസുൽ മുഹിമ്മ എന്ന പേരിൽ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി അവിടെ ദർസ് നടത്തിയിരുന്നു. അത് കാരണമായിട്ട് അവിടെ തൗഹീദിന്റെ വിഷയത്തിൽ ജനങ്ങളെല്ലാവരും അറിവുള്ളവരായി തീർന്നു. നമ്മൾ ഇന്നും പലരും തൗഹീദിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾക്കൊന്നും അറിയില്ല, നമ്മൾക്കൊരു കാര്യവും അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കഴിവിൽപ്പെട്ടതാണെങ്കിൽ നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പള്ളിയിൽ ഖുർആനിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി അത് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുക. അങ്ങനെ ശരീഅത്തിന്റെ ഒരു ബോധം, ശരീഅത്തിന്റെ ഒരു പ്രകാശം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. ഇൽമിലൂടെ അല്ലാതെ, ഇൽമിന്റെ പാതയിലൂടെ അല്ലാതെ ശരീഅത്തിന്റെ വ്യക്തമായ മനഹജ് അത് നമ്മൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്ന കാര്യം എല്ലാവരും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാമത്തെ കാര്യമായി പറയുന്നു, ആരെങ്കിലും ഒരു മുസ്ഹഫ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, അള്ളാഹുവിന്റെ കലാം ഹിഫ്ള് ചെയ്യുന്ന മനഃപ്പാഠമാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഖുർആൻ നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ അവൻ ആ ഖുർആൻ വെച്ച് പഠിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അവൻ ആ ഖുർആൻ വെച്ച് പഠിക്കുകയും പിന്നീട് അവൻ അത് ഓടുന്ന സന്ദർഭത്തിൽ നിങ്ങളാണ് ആ ഖുർആൻ മേടിച്ചു കൊടുത്ത ആളെങ്കിൽ അതിനും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നമ്മളറിയാതെ നമ്മൾക്ക് എത്രയോ പ്രതിഫലം കിട്ടും. അതേപോലെ തന്നെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസകളിലേക്ക്, പള്ളികളിലേക്ക് ഖുർആൻ നൽകാൻ വേണ്ടി തയ്യാറാവുക. ചെറിയൊരു നഷ്ടമേ നമ്മൾക്കുള്ളൂ, അല്ല അതൊരു ലാഭമാണ്. നമ്മൾ പൈസ കൊടുത്ത് ഖുർആൻ വാങ്ങിക്കൊണ്ട് നൽകുമ്പോൾ അത് നമ്മൾക്ക് ലാഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വലിയൊരു പ്രതിഫലമാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. അതിനൊന്നും വലിയൊരു ചെലവ് വരികയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരത്തിലുള്ള നന്മയുടെ വിഷയത്തിൽ നമ്മൾ മുന്നേറുക. ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നല്ല ഒരു പ്രസന്നവദനായിക്കൊണ്ട് നിന്റെ സഹോദരനെ പുഞ്ചിരിച്ച് കാണുന്നത് പോലും നന്മയിൽ നിന്ന് നിസ്സാരമായി കാണേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചെറിയ കാര്യമായി കാണുന്ന കാര്യമായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ കാര്യം. നമ്മളത് ചെയ്തതിന്റെ പേരിൽ അള്ളാഹു ഒരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ടേക്കാം. അത് കാരണമായിട്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു വന്നേക്കാം. സലഫുസ് സാലിഹീങ്ങളായ ചില ഉലമാക്കൾ പറയുന്നത് കാണാം, പഴയ കാലങ്ങളിൽ അവരുടെ ഉസ്താദ്മാരൊക്കെ പറയാറുണ്ടായിരുന്നു, ആഖിറത്തിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ രണ്ട് വ്യക്തികൾക്കിടയിൽ വലിയ വ്യത്യാസമുണ്ടാവും. ഒരു വ്യക്തി ഒരു തട്ടിലാണെങ്കിൽ മറ്റേ വ്യക്തി അതിലെ എത്രയോ ഉയർന്ന തട്ടിലായിരിക്കും. അവർ തമ്മിലുള്ള വ്യത്യാസം ഒരു പക്ഷേ ഒരു ആയത്ത് ഓതിയതായിരിക്കാം, ഒരു ആയത്ത് അധികമായി ഓതിയതായിരിക്കാം. അവിടെ എത്തിയിട്ട് നമ്മൾ ഖേദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അമൽ സാലിഹാത്തുകളിൽ നമ്മൾ മുന്നേറാൻ വേണ്ടി തയ്യാറാവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ അവധി തന്നിരിക്കുകയാണ്, അതിനുള്ള സമയം തന്നിരിക്കുകയാണ്. ആ സമയം തീരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നേറുവാനും അത് പ്രചരിപ്പിക്കുവാനും ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട 6 കാര്യങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. 6 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. 7ാമത്തെ കാര്യം നമ്മളെല്ലാവരും വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. 7ാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഔ തറക വലദൻ സാലിഹൻ യസ്തഗ്ഫിറു ലഹു, അല്ലെങ്കിൽ ഒരാൾ അവന് വേണ്ടിയിട്ട് സാലിഹായ ഒരു മകനെ, അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന സാലിഹായ ഒരു മകനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആഖിറത്തിൽ അല്ലെങ്കിൽ അവന്റെ ഖബറിൽ അവന് ഉപകാരം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.
ഒരു വ്യക്തി ആ വ്യക്തിയുടെ മകനെ സ്വാലിഹായി വളർത്തിയിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം അയാൾ മരിച്ചാലും നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കുട്ടികളുടെ തർബീയത്തുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിൽ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്നുള്ള അള്ളാഹുവിന്റെ മതം ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വന്ന മുതൽ എല്ലാ കാര്യവും വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വന്നാൽ ആ കുട്ടി ആണാണെങ്കിൽ അവന് വേണ്ടി 2 ആടിനെ അഖീഖ അറക്കണമെന്നും, ആ കുട്ടി പെണ്ണാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി 1 ആടിനെ അഖീഖ അറക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു തന്നു. ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്, പലരും ഇന്ന് ചെയ്യാറുള്ളത് ആടിന് പകരം അറക്കാറുള്ളത് പോത്തിനെയൊക്കെയാണ്. അതിൽ ഏറ്റവും അഫ്ളൽ അഹ്ലുൽ ഇൽമ് പറയുന്നതനുസരിച്ച് അത് ആടിനെ തന്നെ അറുക്കണം. നമ്മൾക്ക് ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് കുട്ടി ആണാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് 2 ആടിനെയും, കുട്ടി പെണ്ണാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി 1 ആടിനെയും അറക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ തന്നെ ആ കുട്ടിയുടെ കാര്യം എത്രത്തോളം ശരിയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ആ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആ കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോൾ അവന് ജീവനുണ്ടെങ്കിൽ അവന്റെ വറാസത്ത്, അനന്തരാവകാശം നിർബന്ധമായി അവന് ഇനി അനന്തരാവകാശം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രവാചകന്റെ ജീവിതത്തിന്റെ ചര്യ നോക്കുകയാണെങ്കിൽ, ചെറിയ കുട്ടികളെ ഏത് രീതിയിലാണ് പ്രവാചകൻ തർബിയത്ത് നടത്തിയതെന്ന് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായ ഒരു മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധ്യമാണ്. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു ഗുലാമൻ, ഞാൻ വളരെ ചെറിയൊരു കുട്ടിയായിരുന്നു, പ്രായപൂർത്തിയെത്താത്ത ഒരു കുട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടുന്നും ഇവിടുന്നും ഒക്കെ എടുത്തു തിന്നാൻ വേണ്ടി ആരംഭിച്ചു. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഭക്ഷണം ഒരു ഭാഗത്ത് നിന്ന് തിന്നുന്നതിന്റെ പകരം അവിടുന്നും ഇവിടുന്നും ഒക്കെ എടുത്ത് തിന്നാൻ വേണ്ടി ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ഗുലാം, എന്റെ പൊന്നു മകനെ, എന്റെ ചെറിയ മകനെ, സമ്മില്ലാഹ്, നീ ബിസ്മില്ലാ പറയുക, നീ ബിസ്മില്ലാ പറയുക. വഖുൽ ബിയമീനിക്, നീ നിന്റെ വലത്തെ കൈ കൊണ്ട് തിന്നുക. വഖുൽ മിമ്മാ യലി, നിനക്ക് അടുത്ത ഭാഗത്ത് നീ തിന്നുക, നിനക്ക് അടുത്ത ഭാഗത്ത് നീ തിന്നുക. ഒരു കുട്ടിയെ വളർത്തുന്ന രീതി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കുട്ടിയോടുള്ള ബാധ്യതകൾ പറഞ്ഞു തന്നു. അതിനുശേഷം കുട്ടി ജീവിതത്തിൽ പകർത്തേണ്ട ആദാബുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. തിന്നുമ്പോൾ മകനെ നീ ബിസ്മില്ലാ പറയണം, നിന്റെ അടുത്ത ഭാഗത്ത് നീ തിന്നണം, നിന്റെ വലത്തെ കൈ കൊണ്ട് നീ തിന്നണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിലിരിക്കുമ്പോൾ ഇബ്നു അബ്ബാസിനോട് പറയാണ്, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്, നിനക്ക് ചില വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം, ചില വാക്കുകൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ഇബ്നു അബ്ബാസേ, നീ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ നിന്റെ കണ്ണിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ നിന്റെ സംസാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ നിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ, അയൽവാസികളുടെ വിഷയത്തിൽ, കുടുംബക്കാരുടെ വിഷയത്തിൽ, ചങ്ങാതിമാരുടെ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പ്രായപൂർത്തിയെത്താത്ത മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഉപദേശമാണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ കരുണ, പ്രവാചകന്റെ ആ ഒരു രീതി മക്കളോട് ഏത് രീതിയിലാണ് എന്നൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞവരാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറിയ കുട്ടികൾക്ക് സലാം ചൊല്ലി ഇങ്ങനെ തർബിയത്ത് എങ്ങനെ കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയം ഉണർത്തുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, പലരും ഇന്ന് മക്കളെ തർബിയത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ആ മക്കൾ സ്വാലിഹായി വളരാറില്ല. ആ മക്കളോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ നമ്മൾ ചെയ്യാറില്ല. മക്കളുടെ വിഷയത്തിൽ നമ്മൾ നീതി പുലർത്താറില്ല. മക്കൾക്ക് ചില ആൾക്കാർക്ക് വല്ല വസ്തുവും നൽകുമ്പോൾ മറ്റുള്ള മക്കൾക്ക് അത് നൽകണമെന്ന ബോധം നമ്മൾക്ക് ഉണ്ടാവാറില്ല. പെണ്ണിന്റെ നിക്കാഹാണെങ്കിൽ, മകളുടെ കല്യാണമാണെങ്കിൽ അവർക്ക് 100 പവനൊക്കെ വാങ്ങിക്കൊണ്ട് നൽകുമ്പോൾ അവിടെ മകനുണ്ടെങ്കിൽ ആ മകൻ ഒന്നും നൽകാറില്ല. അത് ശരിയാത്തൊരിക്കലും അനുവദിക്കാത്തൊരു കാര്യമാണ്. ഒരു പെണ്ണിന് ആവശ്യമുണ്ടാവും, അവളുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ളത് നൽകാം, അതിലധികം നൽകുകയും ഇപ്പുറമുള്ള മകന് നൽകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിയാത്ത് കർശനമായി നിരോധിച്ച കാര്യമാണ്.
ജീവിതത്തിൽ നമ്മൾ സമ്മാനമായി നൽകുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് നൽകുന്ന ഓഹരിയുടെ 2 ഇരട്ടി അതൊരു ആണിന് നൽകണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു. പലരും പ്രചരിപ്പിക്കുന്നത് പോലെ അത് അനന്തരാവകാശത്തിൽ മാത്രമല്ല ജീവിതകാലത്തും നൽകണം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകന് ഒരു വലിയ തോട്ടം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എന്റെ ഇന്ന് മകന് ഈ തോട്ടം നൽകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഭാര്യ സന്തോഷത്തോടെ പറഞ്ഞു, താങ്കൾ എന്തായാലും ചെയ്യാൻ പോകുന്ന നല്ലൊരു കാര്യമല്ലേ, അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയാക്ക്. ഈ വിഷയത്തിന് ഞാൻ എന്റെ മകന് തോട്ടം നൽകുന്നു എന്ന കാര്യത്തിൽ താങ്കൾ പ്രവാചകനെ സാക്ഷിയാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകനെ എന്റെ ഇന്ന മകന് ഇന്ന് തോട്ടം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല കാര്യമാണ്, പക്ഷേ ബാക്കിയുള്ള മക്കൾക്ക് നീ അങ്ങനെ നൽകിയിട്ടുണ്ടോ? നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല പ്രവാചകനെ, ഈ ഒരു മകന് മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുഅ്മാൻ ഇബ്നു ബശീറിനോട് പറയാണ്, യാ നുഅ്മാൻ, അല്ലയോ നുഅ്മാൻ, ഇത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ ഭയപ്പെടുക, നീ അല്ലാഹുവിനെ ഭയപ്പെടുക. വഅദിലു ബൈന ഔലാദിക്കും, മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പലരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ അവർക്ക് ആവശ്യത്തിലധികം സ്വർണവും കാര്യങ്ങളും നൽകുമ്പോൾ ആൺമക്കൾക്കൊന്നും നൽകാറില്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, ഇന്നത്തെ ജനങ്ങൾ ചെയ്യുന്ന വേറെ ഒരു തെറ്റാണ് അവരുടെ മക്കൾക്ക് പ്രായപൂർത്തിയെത്തിയാലും അവരുടെ മക്കൾക്ക് ആവശ്യമായി വന്നാലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കൽ. നാടിന്റെ ആചാരമല്ലേ, 28 വയസ്സാവട്ടെ, 29 വയസ്സാവട്ടെ, 30 വയസ്സാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ്, അല്ലയോ യുവ സമൂഹമേ, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കല്യാണം കഴിക്കാനുള്ള ലൈംഗികമായ ശക്തിയുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു കൊള്ളട്ടെ. ലൈംഗികമായ ശക്തിയുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചുകൊള്ളുക, അതല്ലാതെ സമ്പത്തുണ്ടാവണമെന്ന് നബി പറഞ്ഞിട്ടില്ല. ചിലർ വ്യാഖ്യാനിക്കും പോലെ ആ ഹദീസിന്റെ ആശയം സമ്പത്തുണ്ടാവുക മാത്രമല്ല. കാരണം സമ്പത്തില്ലാത്ത സഹാബി വന്നുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നുണ്ട്, എന്റെ കയ്യിൽ സമ്പത്തില്ല, ഒന്നുമില്ല, ഈ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ സഹാബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ നീ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അദ്ദേഹത്തിനോട് കല്യാണം കഴിക്കാനാണ് പറഞ്ഞത്. ഇന്ന് പല രക്ഷിതാക്കളും ചെയ്യുന്ന മോശമായ ഒരു ഏർപ്പാടാണ്, മക്കൾക്ക് ആവശ്യമായി വന്നാലും മക്കൾ തെറ്റിലേക്ക് പോകുന്നത് കണ്ടാലും അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, സൗവിജു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിക്കുക. ഇദാ ബലഗു, അവർ പ്രായപൂർത്തിയെത്തിയാൽ, ലാ തഹ്മിലു ആസാമഹും, അവരുടെ പാപങ്ങൾ നിങ്ങൾ പേറേണ്ട. അവർക്ക് കല്യാണം കഴിക്കൽ ആവശ്യമായി, അവർ അതിനുള്ള കഴിവുണ്ട്, അവർക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ, അവർ അന്യപെണ്ണിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് അത്തരത്തിലുള്ള മോശമായ ബന്ധമുണ്ടെങ്കിൽ അതിന്റെ കുറ്റം മാതാപിതാക്കൾ പേരേണ്ടി വരുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ അവർക്ക് കല്യാണപ്രായമായാൽ നമ്മൾ അവർക്ക് അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ വാജിബായി മാറും. പല മാതാപിതാക്കളും തന്റെ മക്കൾ ഇന്ന പെൺകുട്ടിയുമായി സ്നേഹത്തിലാണെന്നറിഞ്ഞാൽ വലിയ കാര്യത്തിലെടുക്കാറില്ല. പക്ഷേ ഒരു കുട്ടി 21 വയസ്സിൽ 22 വയസ്സിൽ അവന്റെ ജീൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിച്ചാൽ അവിടെ പ്രശ്നമാക്കും. ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിക്കലോ എന്ന് പറയും. ശരിയായിട്ട് ഒരിക്കലും കല്യാണത്തിന് പ്രായം നിശ്ചയിച്ചിട്ടില്ല, ശരിയൊരിക്കലും പ്രായം നിശ്ചയിച്ചിട്ടില്ല. പലരും പറയുന്നത് പോലെ നിന്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ട്, എത്ര പൈസയുണ്ട് എന്നൊക്കെയുള്ള ചോദ്യം, അതൊക്കെ ശരിയാത്തിനെതിരാണ്. കാരണം ശരിയാത്ത് കല്യാണത്തെ പറ്റി പഠിപ്പിക്കുന്നത് കല്യാണം കഴിച്ചാൽ നമ്മൾക്ക് റിസ്ക് ഉണ്ടാവും, കല്യാണം കഴിച്ചാൽ നമ്മൾക്ക് റിസ്ക് ഉണ്ടാവും. ഇന്ന് പല ജനങ്ങളും പറയുന്നത് എന്താ, കല്യാണം കഴിച്ചാൽ ധാരാളമായി ചിലവുകൾ വരും, പൈസ തികയൂല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വ്യക്തമായ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, മാമൂലിന് വേണ്ടി കല്യാണം കഴിക്കുന്നത് കൊണ്ടാണ്. ശരീഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയും സ്വയം ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആരെങ്കിലും കല്യാണം കഴിച്ചാൽ വല്ലാഹി അവനെ അല്ലാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും, അവന് അല്ലാഹു ആവശ്യമായ കാര്യങ്ങൾ നൽകുക തന്നെ ചെയ്യും. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ സാധ്യമാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിലും കാണാൻ സാധ്യമാണ്.
പഴയകാലം ജീവിച്ചിരുന്ന സലഫുസ്വാലിഹ്യങ്ങളിലും കാണാൻ സാധ്യമാണ്. അതുകൊണ്ട് മക്കൾക്ക് പ്രായപൂർത്തിയെത്തിയാൽ അവർ തെറ്റിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ അവരെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതല്ലാതെ അവരുടെ വിഷയങ്ങളിൽ കടംപിടുത്തം കാണിക്കുകയും ബാക്കിയുള്ളവരെന്താ പറയുക, മൂത്തമ്മാന്റെ മക്കൾ ബാക്കിയുണ്ടല്ലോ, ഇളവയുടെ മക്കൾ ബാക്കിയുണ്ടല്ലോ തുടങ്ങിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്റെ മകനെ അല്ലെങ്കിൽ തന്റെ മകളെ ഹറാമിലേക്ക് കടത്തിവിടുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉണർത്താനുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്, പ്രായപൂർത്തിയെത്തിയ കുട്ടികളെ നിങ്ങൾ കല്യാണം കഴിപ്പിക്കുക, ലാ തഹ്മിലു ആസാമഹും, അവരുടെ പാപങ്ങൾ പേറാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണ്ട, അത് നിങ്ങൾക്ക് സാധ്യമല്ല. ആഖിറത്തിലെത്തിയാൽ സ്വയം നഫ്സിന്റെ കാര്യം തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വല്ലാതെ പാടുപെടും. അവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ തെറ്റുകൾ കൂടി പേരേണ്ടി വന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ ശക്തമാണ് അള്ളാഹുവിന്റെ ഹിസാബ്. ഇന്നഹു മൻ നൂഖിശൽ ഹിസാബ് ഫഖദ് ഹലക്. അള്ളാഹു എങ്ങാനും ഹിസാബിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ ഹിസാബ് കഠിനമാക്കിയാൽ ഫഖദ് ഹലക്, അവൻ നശിച്ചത് തന്നെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് അതിനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് ചെയ്യുക. ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്, ശരീഅത്ത് പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുന്ന കാര്യമാണ്. ശരീഅത്തിനെതിരായിക്കൊണ്ട് ഏത് നാടിന്റെ മാമൂല് വന്നാലും ഏത് നാടിന്റെ ആചാരം വന്നാലും നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ശരീഅത്താണ് വലുത്, ശരീഅത്താണ് വിജയിക്കുക, ശരീഅത്തിലാണ് ബറക്കത്ത്, ശരീഅത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ റാഹത്ത്. അതല്ലാതെ ആൾക്കാർ പറയുന്നത് പോലെ ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടന്നാൽ ഒരിക്കലും ഒരാളും തൃപ്തിപ്പെടുകയില്ല. ജനങ്ങളെപ്പോഴും ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങൾ ജീവിതത്തിൽ പാലിക്കുക, പ്രവാചകന്റെ വചനങ്ങൾ ജീവിതത്തിൽ പാലിക്കുക. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉണർത്താനുള്ളത്, ഈ രീതിയിൽ മക്കളെ നിങ്ങൾ വളർത്തിയാൽ അവരെ തെറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹു അവർക്ക് ഹലാലാക്കി കൊടുത്ത കല്യാണം എന്ന കാര്യം നിങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ ആ തെറ്റുകൾ ചെയ്യുകയില്ല. അവർക്ക് ധാർമ്മികമായ ബോധമുണ്ടാക്കി കൊടുക്ക്. ABCD പഠിപ്പിക്കുന്നതിനേക്കാളും പരിഗണനയിൽ ഖുർആൻ ഓതാൻ വേണ്ടി പഠിപ്പിക്ക്, അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിക്ക്. അതല്ലാതെ 10 വയസ്സുള്ള കുട്ടി ABCD തെറ്റാതെ വായിക്കും, അള്ളാഹുവിന്റെ കലാമ് വായിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവന്റെ തെറ്റും. ഇത് വളരെ മോശമായ ഒരു സമ്പ്രദായമാണ്. ഇത് കാരണമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ധാരാളം വിപത്തുകൾ ഉണ്ടാകുന്നത്. കാഫിറുകൾ നമ്മുടെ മേൽ ആധിപത്യം ചെലുത്താൻ വേണ്ടി ഏറ്റവും വലിയ കാരണവും ഇതാണ്. അതുകൊണ്ട് ഇൽമിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുക, മക്കളെ സാലിഹായി വളർത്താൻ വേണ്ടി പരിശ്രമിക്കുക, മക്കൾക്ക് ദീനിയായ ഇൽമ് നൽകുക, മക്കളുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി കല്യാണം പോലെയുള്ള അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതല്ലാതെ നാടിന്റെ ആചാരം പിൻപറ്റാനാണ് ഭാവമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വചനം ജീവിതത്തിൽ ഓർക്കുക, പാപങ്ങൾ പേരേണ്ടി വരും അല്ലാഹുവിന്റെ മുമ്പിൽ. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങളും ഇസ്ലാമിന്റെ ആദർശങ്ങളും ശരിയായ രീതിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹഖനുസരിച്ച് സിറാത്തുൽ മുസ്തഖീമിലായി ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المستضعفين في كل مكان. اللهم ارزق المسلمين المآلات الحميدة والنهايات الرشيدة. انه تعالى سميع الدعاء وهو اهل الرجاء. حسبنا الله ونعم الوكيل.